നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാഞ്ഞാലി പാലത്തിന് സമീപം ലഹരിവേട്ട. MDMAയുമായി 3 യുവാക്കളെ പിടികൂടി. ആലങ്ങാട് തിരുവാല്ലൂരിലെ യുവാവിന്റെ മരണം. 1 മാസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടുന്നില്ല. SP ഓഫീസിന് മുൻപിൽ ശനിയാഴ്ച രാവിലെ മുതൽ കുടുംബം ഉപവാസ സമരം നടത്തും. എല്ലുപൊട്ടിയ കൈയുമായി തകർന്ന റോഡിൽ പ്രതിഷേധം നടത്തി ദമ്പതികൾ. ആലുവ ചൂണ്ടിയിലാണ് വേറിട്ട സമരം നടത്തിയത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മാഞ്ഞാലി പാലത്തിന് സമീപം ലഹരിവേട്ട. MDMAയുമായി 3 യുവാക്കളെ പിടികൂടി. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി മാഞ്ഞാലി പാലത്തിന് സമീപമാണ് ലഹരിയുമായി എത്തിയ 3 അംഗ സംഘം പിടിയിലായത്. മാഞ്ഞാലി മാട്ടുപുറം തെക്കേപ്പറമ്പിൽ ശ്രാവൻ, അഞ്ചുപറമ്പിൽ സുഹൈൽ, കരിയത്തിപ്പള്ളി മുബാറക്ക് എന്നിവരാണ് മാഞ്ഞാലി പാലത്തിന് സമീപം വെച്ച് പിടിയിലായത്. ഇവരുടെ കയ്യിൽ നിന്നും 40 ഗ്രാം MDMA പിടിച്ചെടുത്തു. എറണാകുളം എക്സൈസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇവർ കുടുങ്ങിയത്. വിദേശത്തായിരുന്ന സുഹൈൽ അടുത്ത ദിവസമാണ് നാട്ടിലെത്തിയത്. ഇവർ 3 സുഹൃത്തുക്കളാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആലങ്ങാട് തിരുവാല്ലൂരിലെ യുവാവിന്റെ മരണം. 1 മാസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടുന്നില്ല. SP ഓഫീസിന് മുൻപിൽ ശനിയാഴ്ച രാവിലെ മുതൽ കുടുംബം ഉപവാസ സമരം നടത്തും. ആലങ്ങാട് തിരുവാല്ലൂർ സ്വദേശിയായ യുവാവ് മരിച്ച സംഭവത്തിൽ 8 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്ത് 1 മാസം പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിനെ തുടർന്ന് യുവാവിന്റെ കുടുംബം ആലുവ SP ഓഫീസിനു മുൻപിൽ ഉപവാസ സമരമിരിക്കുന്നു. ആലങ്ങാട് പഞ്ചായത്ത് അംഗവും ഭർത്താവും ഉൾപ്പെടെ 8 പേർക്കെതിരെയാണ് ആലങ്ങാട് പോലീസ് കഴിഞ്ഞ മാസം 14-ന് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ നാളിതുവരെയായി പ്രതികളെ പിടികൂടിയിട്ടില്ല. ഏപ്രിൽ 12-നാണ് തിരുവാല്ലൂർ പാലയ്ക്കപ്പറമ്പിൽ സുനിൽ കുമാറിന്റെയും മിനിയുടെയും മകൻ അഭിജിത്തിന് തിരുവാല്ലൂർ ക്ഷേത്രോത്സവ മൈതാനിയിൽ വെച്ച് മർദ്ദനമേറ്റത്. തുടർന്ന് 16-ന് വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. യുവാവിന്റെ രക്ഷിതാക്കളായ സുനിൽ കുമാർ, മിനി, വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷാജഹാൻ മാഞ്ഞാലി, NK അബ്ബാസ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് സദാം വാലത്ത് എന്നിവർ പറഞ്ഞു. ഇത്രയും ദിവസമായിട്ട് അവർ പ്രതികളെ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച SP ഓഫീസിൽ പരാതി കൊടുക്കാൻ പോയി. ഞങ്ങൾക്ക് ഇപ്പോൾ അന്വേഷണത്തിൽ യാതൊരു നീതിയും കിട്ടണില്ല. ഞങ്ങൾ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് SP-ക്ക് പരാതി കൊടുക്കാൻ ചെയ്യുന്നു. അപ്പോൾ SP പറഞ്ഞത് ഞാൻ എൻ്റെ ഇതിൽ റിസ്കിൽ ഇതെടുത്താണ് ഓരോന്ന് ചെയ്യണത്, അതുകൊണ്ട് കേസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കണത് എന്നൊക്കെ പറഞ്ഞു. അന്ന് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ വിനാനിപുരം സ്റ്റേഷനിൽ വരെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ വിനാനിപുരം CI ആണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് കീഴ്ക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ല, അതുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ അപ്പീലിന് പോയേക്കാണ്, അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ഞങ്ങൾ അത് വിശ്വസിച്ച് പോന്ന്. കാരണം ഞങ്ങൾക്ക് കേസിനെ പറ്റി ഒന്നും അറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വക്കീലിനോട് അന്വേഷിച്ചപ്പോഴാണ് പറയണത് ഹൈക്കോടതിയിൽ അവർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു വകുപ്പുമില്ല. അപ്പം ഇത്രയും നാളായിട്ട് ഇത്രയും ഇതൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഇത്രയും ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് യാതൊരു നീതിയും കിട്ടാത്തതിൻ്റെ കാരണം അവർക്ക് ഇതിലുള്ള നല്ല സ്വാധീനമുണ്ട്. എല്ല് പൊട്ടിയ കൈയുമായി തകർന്ന റോഡിൽ പ്രതിഷേധം നടത്തിയ ദമ്പതികൾ. ആലുവ ചൂണ്ടിയിലാണ് വേറിട്ട സമരം നടത്തിയത്. എല്ല് പൊട്ടിയ കൈയുമായി പൊളിഞ്ഞ റോഡിൽ പ്രതിഷേധം നടത്തിയ ദമ്പതികൾ. ബുധനാഴ്ച ഇവരുടെ ഇരുചക്രവാഹനം റോഡിലെ കുഴിയിൽ വീണാണ് അപകടമുണ്ടായത്. ആലുവ ചൂണ്ടി ഭാഗത്ത് നെസ്റ്റ് വില്ലയുടെ മുൻവശത്താണ് അപകടം നടന്നത്. ഇരുചക്രവാഹനത്തിൽ ആലുവയിൽ നിന്നും പെരുമ്പാവൂർക്ക് പോകുകയായിരുന്ന പുക്കാട്ടുപടി സ്വദേശി നൌഷാദും ഭാര്യ സുനിതയുമാണ് ബുധനാഴ്ച രാത്രി 7:30-യോടെ വെള്ളം മൂടിക്കിടന്ന കുഴിയിൽ വീണത്. വീഴ്ചയിൽ ഇരുവരും റോഡിന്റെ നടുഭാഗത്തേക്ക് മറിഞ്ഞു വീണെങ്കിലും വേറെ വാഹനങ്ങൾ ആ സമയത്ത് ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. നൌഷാദിന് കാലിനും നെഞ്ചിനും മുഖത്തുമാണ് പരിക്ക്. സുനിതയുടെ കൈപ്പത്തി ഭാഗത്ത് എല്ലിന് പൊട്ടലുണ്ട്. ഇനിയും മറ്റാർക്കും അപകടം ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് ഇരുവരും ഇന്ന് പ്രതിഷേധത്തിനായി റോഡിൽ എത്തിയത്. കുഴിയിൽ ചേമ്പ് ചെടി നട്ടും മുദ്രാവാക്യം വിളിച്ചും നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇനി ഒരു അപകടം സംഭവിക്കുന്നതിന് മുൻപ് റോഡ് ശരിയാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പല പ്രാവശ്യം അധികാരികളെ ഇത് അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇന്നലെ ആലുവയിൽ നിന്ന് ഞങ്ങൾ പുക്കാട്ടുപടി വീട്ടിലേക്ക് പോകണേ, ഞാനും ഭാര്യ ഉണ്ടായിരുന്നു. ഒരു 7:15 ആ സമയത്താണ്. നല്ല മഴയുണ്ടായിരുന്നു.
മഴയത്ത് ഈ കുഴി വെള്ളം കാരണം കാണാൻ പറ്റിയില്ല. വന്ന് ചാടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. റൈറ്റ് സൈഡിലേക്കാണ് വീണത്. മുഖടിച്ച് നെഞ്ചടിച്ചൊക്കെ വീണത്. മുഖം, നെഞ്ചും, കൈയും കാലും എല്ലാം പൊട്ടിയിരിക്കുകയാണ്. വൈഫിന്റെ കൈ ഒടിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോ ഗവൺമെന്റ് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വെച്ചാൽ ഇത് കുഴിയൊക്കെ മൂടണ്ടല്ലേ ഗവൺമെന്റ്? നമ്മള് എങ്ങനെ ഇത് സഹിക്കണത്? ഞാൻ ഡ്രൈവറാണ്. ജോലിക്ക് പോകാൻ പറ്റില്ല. 1 മാസം റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണത്. നെഞ്ചിന് നല്ല ഇടിയാണ് കിട്ടിയേക്കണേ. പിന്നെ കാലും, പിന്നെ കൈയും, മുഖവും. അതെ, പല്ല് ചെറുതായിട്ട് കളിക്കിട്ടുണ്ട് മുഖം അടിച്ച് കൊണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ 2 വീലറിന് എത്ര ആളുകൾ ഇതിലെ പോകുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി കഴിഞ്ഞ ഇതിന്റെ അനാസ്ഥയാണ്. BMW ഒരു വല്ലാത്തൊരു അനാസ്ഥയാണ്. ഇപ്പൊ ഇന്നലെ ഇതിനു മുമ്പും ഒരുപാട് പേര് ഈ കുഴിയിൽ വീണിട്ടുണ്ടെന്നാ അറിയാൻ സാധിച്ചത്. അപ്പോ ഇന്നിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിന്റെ ഭാഗത്ത് നെഞ്ചിടിച്ച വീണ് 2 പല്ലിളകിയിട്ടുണ്ട്. പിന്നെ മുട്ട്, പിന്നെ നെഞ്ചിന്റെ ഭാഗമൊക്കെ, 2 കൈ ഇവിടെ, പിന്നെ കൈ ഒടിവുണ്ട്. അപ്പോൾ ചതഞ്ഞേക്കണതിന്റെ പേരിൽ ഇപ്പൊ പ്ലാസ്റ്റർ ഇടാൻ പറ്റൂല. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞേക്കാണ്. എന്തായാലും ഒരു ഭാഗ്യം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. കുന്നുകര അമ്മണത്ത് പള്ളം റോഡ് തകർന്നു കിടന്നിട്ട് മാസങ്ങളായി. BJP 12ാം വാർഡ് കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. കുന്നുകര പഞ്ചായത്തിലെ 12ാം വാർഡിലെ കുന്നുകര അമ്മണത്ത് പള്ളം റോഡ് തകർന്നു കിടന്നിട്ട് വർഷങ്ങളായി. കുന്നുകര പഞ്ചായത്തിലെ അനാസ്ഥ മൂലം ഈ റോഡിൽ കൂടി യാത്ര ദുരിതപൂർണമായി. 100 കണക്കിന് രോഗികൾ ചാലാക്ക മെഡിക്കൽ കോളേജിലേക്കും നിരവധി വിദ്യാർത്ഥികൾ പഠനത്തിനായി കടന്നു പോകുന്ന ഈ മേഖലയിൽ നിരവധി അപകടങ്ങളാണ് ഈ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുള്ളത്. നിരവധി തവണ കോൺഗ്രസ് ഭരിക്കുന്ന കുന്നുകര പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടും LDF വാർഡ് മെമ്പറുള്ള ഈ വാർഡിൽ ഈ റോഡിന്റെ ശോച്യാവസ്ഥക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് BJP 12ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. BJP കരിമാലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ബൈജു ശിവൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുന്നുകര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുന്നുകര പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഇതുപോലെയുള്ള റോഡുകൾ തകർന്നു കിടക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധ പരിപാടിയിൽ ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ വിജയമായ അഭ്യർത്ഥന. വാർഡ് മെമ്പർ സാധാരണക്കാരായ പാവപ്പെട്ടവർ താമസിക്കുന്ന ഈ മേഖലയെ യാതൊരുവിധ വികസന പ്രവർത്തനം നടത്താൻ മുൻകൈ എടുക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വ്യവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി എടുത്തില്ല എങ്കിൽ ഇവിടെ നിന്ന് പ്രതിഷേധ പരിപാടി ആരംഭിച്ച് പഞ്ചായത്തിന്റെ മുന്നിൽ വന്ന് ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഈ ബൂത്തിന്റെയും ഈ വാർഡിന്റെയും നേതാക്കൾ തയ്യാറാകുമെന്ന് ഞാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. നടു റോഡിൽ വാഴ നട്ടുകൊണ്ട് മഹിളാ മോർച്ച കുന്നുകര പഞ്ചായത്ത് പ്രസിഡന്റ് വിജയ് രാജു പ്രതിഷേധിച്ചു. റോഡിൽ വല വീശിക്കൊണ്ട് BJPയുടെ നിരവധി നേതാക്കളും പങ്കുചേർന്നു. BJP 12ാം വാർഡ് പ്രസിഡന്റ് AP വേണു അധ്യക്ഷത വഹിച്ചു. BJP കുന്നുകര പഞ്ചായത്ത് അധ്യക്ഷൻ രാജശേഖരൻ, സെക്രട്ടറി പോളി കൂട്ടാല, BJP എറണാകുളം ജില്ലാ സമിതി അംഗം KC രാജപ്പൻ, വാർഡ് കൺവീനർ AA ശശി, ബൂത്ത് സെക്രട്ടറി ജോഷി, കർഷക മോർച്ച പഞ്ചായത്ത് അധ്യക്ഷൻ AA മണി തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാഞ്ഞാലി പാലത്തിന് സമീപം ലഹരിവേട്ട. MDMAയുമായി 3 യുവാക്കളെ പിടികൂടി. ആലങ്ങാട് തിരുവാല്ലൂരിലെ യുവാവിന്റെ മരണം. 1 മാസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടുന്നില്ല. SP ഓഫീസിന് മുൻപിൽ ശനിയാഴ്ച രാവിലെ മുതൽ കുടുംബം ഉപവാസ സമരം നടത്തും. എല്ലുപൊട്ടിയ കൈയുമായി തകർന്ന റോഡിൽ പ്രതിഷേധം നടത്തി ദമ്പതികൾ. ആലുവ ചൂണ്ടിയിലാണ് വേറിട്ട സമരം നടത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.